അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം നമ്മളെ ന്യൂസ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിൽ കേൾക്കുകയുണ്ടായി. ബാങ്ക് വിളിക്കുമ്പോൾ 5 നേരവും ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഒരു അമുസ്ലിമായിട്ടുള്ള കുട്ടികൾ മിണ്ടാതിരിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഇതിൻ്റെ മീനിങ് മനസ്സിലായത്. അള്ളാഹു അല്ലാതെ വേറെ ആരും ആരാധനയ്ക്ക് അർഹരായിട്ട് ആരുമില്ല, അള്ളാഹുവിനെ ആരാധിക്കണം എന്നൊക്കെയാണ് ബാങ്കിലൂടെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിനെന്തിനെ റെസ്പെക്റ്റ് ചെയ്യണം? ഞങ്ങൾക്ക് അതിലൊരു വിശ്വാസമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എന്താണ് മറുപടി കൊടുക്കുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബാങ്കിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളുടെ ആരാധനകളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ട്. അത് ഇവർക്ക് മനസ്സിലാവണില്ല. അതിന് പുതിയ സൈദ്ധാന്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ലവ് ജിഹാദിൻ്റെത് പറഞ്ഞു, നാർക്കോട്ടിക് ജിഹാദിൻ്റെത് പറഞ്ഞു. അതുണ്ടാക്കി അതേ തലച്ചോർന്ന ഈ സാധനം വന്നിട്ടുള്ളത്. അത് ശരിക്കും മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ആരാണ് യഥാർത്ഥത്തിലുള്ള അപകടകാരികൾ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ പറയണത്. എന്നാൽ എന്താ പ്രശ്നം? ഇവിടെ ബാങ്ക് കൊടുക്കുമ്പോൾ ആരെങ്കിലും മുസ്ലിങ്ങളല്ലാത്തവർ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമിനോ ബാങ്കിനോ എന്തെങ്കിലും പറ്റുമെന്ന് നമുക്കാർക്കും തോന്നണില്ല. പറ്റുന്നവർ ബഹുമാനിച്ചാൽ മതി. പക്ഷെ ഈ തെറ്റിദ്ധാരണ എന്താണ്? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞങ്ങളെ പടച്ചോനായ അള്ളാഹു വലിയവനാണ്, നിങ്ങളെ പടച്ചോന്മാരെല്ലാം ചെറിയവനാണ്. അങ്ങനെയാണോ? അങ്ങനെയാണ് അവർ പ്രചാരണം. അള്ളാഹു അക്ബർ ഒരു വൈയക്തികമായ പ്രഖ്യാപനമാണ്. സൃഷ്ടാവും സംരക്ഷകനുമായ തമ്പുരാൻ, അവന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. സൃഷ്ടാവും സംരക്ഷകനുമായ പടച്ചവൻ അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. അള്ളാഹു മുസ്ലിങ്ങളുടെ ഗോത്ര ദൈവത്തിന്റെ പേരാണ് എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ ഞാൻ പറയും, ബൈബിൾ ഒന്നെടുത്ത് മറിക്ക്, അറബി ബൈബിൾ എടുത്ത് മറിക്ക്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വചനം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അവിടെ ദൈവം എന്നുള്ളിടത്ത് എന്താ എഴുതിയെന്നൊന്ന് വായിക്ക്. എന്താ? അള്ളാഹുവാണ്. അപ്പോ മുസ്ലിങ്ങളുടെ ഗോത്ര ദൈവമാണ് എന്ത്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ആണോ? ഇവര് പറയണം. അറബി ഭാഷ സംസാരിക്കുന്ന സ്ഥലങ്ങളിലുള്ള മുഴുവൻ അമുസ്ലിങ്ങളും ജൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാവരും പടച്ചവന് പറയുന്ന പേരാണ് അള്ളാഹു. ആ അള്ളാഹുവാണ് അത്യുന്നതൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ഒന്നുമല്ല എന്ന പ്രഖ്യാപനമാണത്. സൃഷ്ടാവും സംരക്ഷകനുമായ തമ്പുരാനാണ് എനിക്കുന്നതൻ എന്നുള്ള പ്രഖ്യാപനം. അതിനെ ബഹുമാനിക്കാൻ പറ്റാത്തവർ ബഹുമാനിക്കേണ്ടതില്ല. പക്ഷെ അത് വർഗീയതയാണ് എന്ന് പറയുമ്പോൾ അത് അബദ്ധമാണെന്ന് നമ്മൾ പറയും. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കി എല്ലാ ദൈവങ്ങളും പറ്റൂല, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ. തീർച്ചയായും ശരിയാണ്. പക്ഷേ അത് വർഗീയതയാണോ? സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. അത് പറയുമ്പോൾ ആ ആരാധ്യരല്ലാത്ത ആളുകളുടെ കൂടെ ആരൊക്കെ പോകുന്നുണ്ട്? മുഹമ്മദ് നബി അടക്കം പോകുന്നുണ്ട്. മുഹമ്മദ് നബിയെ ഒരാൾ ആരാധിച്ചാൽ അയാൾ ഇസ്ലാമിന് പുറത്താണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? സൃഷ്ടാവും സംരക്ഷകനുമായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ. അത് മാനവികതയുടെ തത്വമല്ലേ? ഞാൻ എൻ്റെ ദൈവമാണ് ആരാധ്യൻ എന്ന് പറയാ, ഓരോരുത്തരും അവരുടെ ദൈവമാണ് ആരാധ്യന്മാരെന്ന് പറയാ. അവിടെ ഇസ്ലാം പറയുന്നത് എന്താണ്? സൃഷ്ടാവ് മാത്രമാണ്. അത് ആര് എന്നല്ല, ഏത് പേര് എന്നല്ല, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് ആരാണോ അവൻ. ഖുർആൻ ആ സിദ്ധാന്തത്തെ വളരെ സുന്ദരമായി പഠിപ്പിച്ചല്ലോ. യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ദൈവത്തെ എന്നല്ല, നിങ്ങളെ ആരാണ് ആരാധിച്ചത്? രാമനെയും കൃഷ്ണനെയും മുഹമ്മദ് നബിയെയും യേശു ക്രിസ്തുവിനെയും ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ചവൻ ആരാധിക്കുക. അവിടെ നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് എൻ്റെ ദൈവത്തിലേക്കുള്ള വരവല്ല, നമ്മുടെ എല്ലാ സൃഷ്ടികളിൽ നിന്നും സൃഷ്ടാവിലേക്കുള്ള വരവ്. അതാണ് ഈ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തെ മാനവികമാണത്. അതൊരിക്കലും ഒരു വർഗീയമല്ല, പ്രഖ്യാപനമല്ല. ഇത് പറഞ്ഞു കൊടുക്കുക. അതിൽ ബഹുമാനിക്കാൻ പറ്റാത്ത ആൾക്കാർ
ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. ബഹുമാനിക്കണമോ വേണ്ടയോ എന്ന് ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷേ ഇസ്ലാം ഈ ആശയങ്ങളിലൂടെ മുന്നോട്ട് വെച്ചിട്ടില്ലാത്ത വർഗീയതയാണിത് എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ തിരുത്തണം, പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അത് നമ്മുടെ ദൗത്യമാണ്. ഈ ഒരു പ്രോഗ്രാമിൻ്റെയും അവസാനത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ്. നിങ്ങൾ ആവേശപൂർവ്വം പരിപാടിക്ക് വന്നു, നമ്മൾ സംസാരിച്ചു, നമ്മൾ പിരിയാൻ പോകുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ ലിബറലിസമുണ്ട്, ഈ പറഞ്ഞ വർഗീയതയുണ്ട്. ഇത് രണ്ടിൻ്റെയും നടുവിൽ ജീവിക്കുന്ന നമ്മൾ വളരെ സുഖസുന്ദരമായി ഇന്നും നാളെയും കിടന്നുറങ്ങാൻ പോവുകയാണ്. അവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും ദൗത്യം സ്ഥിതി ചെയ്യുന്നത്. സഹോദരങ്ങളെ, നമുക്ക് കിടന്നുറങ്ങുവാൻ സമയമില്ല. നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നാളെ എൻ്റെ മക്കളാണ്, നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ പോകുന്നത്, ഉമ്മ, പെൺകുട്ടിയാണ് പറയാൻ പോണത്, ഉമ്മ എനിക്ക് എൻ്റെ ഒരു പെൺകുട്ടിയായ ആളുമായി പ്രേമമുണ്ട്, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണ്. നിങ്ങൾ എതിർത്താൽ ഹൈക്കോടതി പോകും, ഹൈക്കോടതി വിവാഹത്തിന് അവർക്ക് സമ്മതം കൊടുക്കും. ഇതിന് കേവലം അവരെ ക്ഷുദ്രമായി നോക്കിയതോടെ കാര്യമില്ല. മറിച്ച് അതുണ്ടാകുന്ന സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ ഉത്ബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ കാലെടുത്ത് വെച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ എൻ്റെ കുട്ടി നിങ്ങളുടെ കുട്ടിയാണ് പറയാൻ പോണത്. 14 വയസ്സ് വരെ പെൺകുട്ടിയായി ജീവിച്ച നമ്മുടെ മക്കളാണ് നമ്മളോട് വന്ന് പറയാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു ഞാൻ ആൺകുട്ടിയാണെന്ന്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ആൺകുട്ടിയാകണം, അതിനു വേണ്ട ഓപ്പറേഷൻ ഇന്നിയും ഹോസ്പിറ്റലുകളുണ്ട്, അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരണം. അത് വന്ന് പറയുമ്പോൾ പെൺകുട്ടിയെ ഉപദേശിച്ചാൽ, അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് വരുന്ന, നിങ്ങൾക്കെതിരെ നിയമപരമായി ശിക്ഷ വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യണം എന്ന് ആത്മാർത്ഥമായി ഒരുമിച്ച് നിന്ന് ആലോചിക്കേണ്ട സമയമാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ വർഗീയ വിഷത്തിനെതിരെയും അതിനെതിരെ വികാരം കൊണ്ടതുകൊണ്ട് കാര്യമില്ല. ഈ സഹോദരി ചോദിച്ചതുപോലെ ഇതേപോലെയുള്ള ആശയങ്ങൾ പറയുമ്പോൾ അവരോട് സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നീ പറഞ്ഞതല്ലടാ അതിൻ്റെ അർത്ഥം. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ മാറ്റമുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വാമിജി പറഞ്ഞു എന്ന്. ആ സ്വാമിജിയെ ആ സ്റ്റേജിൽ വെച്ച് തന്നെ തിരുത്തിയപ്പോൾ അദ്ദേഹം 30 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ കാലമായി ഉണ്ടായിരുന്ന ധാരണയാണത്, അതിപ്പോൾ തിരുത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന്. അദ്ദേഹം ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഗീതാജ്ഞാന പ്രഭാഷണങ്ങൾ നടത്തുന്നയാളാണ്. ഒരു പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയിരങ്ങളിലേക്ക് ആ ധാരണ പടർന്നിട്ടുണ്ടാകും. പക്ഷേ അന്ന് മുതൽ പടർന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ അതല്ല ശരി എന്ന് പറയാൻ എത്ര ഊർജം ഉപയോഗിച്ചു എന്ന് നമ്മളോടാണ് ചോദിക്കേണ്ടത്. അവിടെ ഇനിയും ഉറങ്ങിക്കിടന്നുകൂടാ, ഇനിയും നമ്മൾക്ക് വിശ്രമിക്കുവാൻ സമയമില്ല. ഇത് ഈ വിവരം ലഭിച്ച ആളുകൾ മറ്റെല്ലാ സംഗതികളും ആ തർക്ക വിതർക്കങ്ങളും എല്ലാം നടക്കുമ്പോൾ തന്നെയും ഈ ഒരു സംഗതിക്ക് വേണ്ടി നമ്മൾ ദീനിന് വേണ്ടി, ഖുർആനിന് വേണ്ടി, നമ്മുടെ അടുത്ത തലമുറയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് ചിന്തിക്കുകയെങ്കിലും ചെയ്യേണ്ടതുണ്ട്, ഒരുമിച്ച് കാലെടുത്ത് വെക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രചോദനമായി ഈ ഒരുമിച്ച് കൂടൽ മാറണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഒരു ബഹുസ്വര സമൂഹത്തിൽ ലിബറലിസത്തെ പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിൽ മുസ്ലിം പണ്ഡിതന്മാർ പരാജയപ്പെടുന്നുണ്ടോ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ലിബറലിസം ഒരു മുസ്ലിം വിരുദ്ധ പ്രത്യയശാസ്ത്രമല്ല. ലിബറലിസം ഒരു മനുഷ്യവിരുദ്ധ പ്രത്യയശാസ്ത്രമാണ്, ഒരു ധർമ്മവിരുദ്ധ പ്രത്യയശാസ്ത്രമാണ്, ഒരു പെൺവിരുദ്ധ പ്രത്യയശാസ്ത്രമാണ്. ഈ ലോകത്തിലെല്ലാം ആസ്വദിക്കാനുള്ളതാണ് എന്നും ആസ്വാദനം, വ്യക്തിപരമായ ആസ്വാദനത്തിനെതിരെ നിൽക്കുന്ന എല്ലാറ്റിനെയും അടിച്ച് തകർക്കണമെന്നുമുള്ള ആദർശ ദർശനമാണ് സത്യത്തിൽ ലിബറലിസമായി അറിയപ്പെടുന്നത്. അത് മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ,
കുടുംബം തകർക്കപ്പെടുന്ന, അതേപോലെ തന്നെ എല്ലാവരും എല്ലാവർക്കു വേണ്ടിയും, എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയും, എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാർക്ക് വേണ്ടിയും ഉണ്ടാകുന്ന കുട്ടികൾ സമൂഹത്തിൻ്റെ ബാധ്യതയായി നിലനിൽക്കുകയും ചെയ്യുന്നൊരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്നത്. അത് ധാർമ്മികതയുടെ പൂർണ്ണമായ നിരാസമാണ്. കുടുംബത്തിൻ്റെ തകർച്ചയാണ് അതിൻ്റെ ഫലം. കുടുംബം തകർന്നാൽ അടുത്ത തലമുറയാണ് അതുകൊണ്ട് പ്രയാസപ്പെടുക. കുടുംബം തകർന്നാൽ സ്ത്രീകളാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരിക. കുടുംബം തകരുകയും ലൈംഗികത വ്യാപകമാവുകയും ചെയ്യുക വഴി ഒരു തരത്തിൽ പുരുഷ കേന്ദ്രീകൃതമായ, ആൺകോയ്മയിൽ അധിഷ്ഠിതമായ ഒരു ധാർമ്മിക പദ്ധതിയാണ് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ അവർ പെൺവിമോചനമാണ് പറയുക. ഞാനത് വിശദീകരിക്കല്ല. ഇത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അത് മുസ്ലിം പണ്ഡിതന്മാർ തീർച്ചയായും കുന്തു ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുൻഹൗന ബില്ലാഹ്, അഥവാ നിങ്ങളാണ് മനുഷ്യ സമൂഹത്തിന് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട ഉത്തമ സമുദായം, നിങ്ങളവർ ധർമ്മം പഠിപ്പിക്കണം, അധർമ്മത്തിൽ നിന്ന് അകറ്റണം, അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറയുന്ന ആ ഇസ്ലാമിക സമൂഹത്തിൻ്റെ സവിശേഷതയായ മനുഷ്യ സമൂഹത്തിന് ധർമ്മത്തിലേക്ക് നയിക്കുകയും അധർമ്മത്തിൽ നിന്ന് തടയുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ ആ ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യമുണ്ടാകണം. ഓരോ കാലഘട്ടത്തിനും വരുന്ന വലിയ വെല്ലുവിളികളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. ആ വെല്ലുവിളികളെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും അത് തിരുത്തുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കും ഉണ്ട്. പണ്ഡിതന്മാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, എല്ലാ മുസ്ലിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്, എല്ലാ മനുഷ്യരുടെയും ഉത്തരവാദിത്തമാണ്. ഇതൊരു മുസ്ലിം വിരുദ്ധ ആക്രമണമല്ല. അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ലിബറലിസത്തിൻ്റെയും ജെൻഡർ പൊളിറ്റിക്സിൻ്റെയും അക്രമം മനുഷ്യർ ഇതുവരെ പുലർത്തിപ്പോന്ന എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങൾക്കുമെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. അത് ഏറ്റവും അടിസ്ഥാനപരമായി കുടുംബം തകർക്കുക എന്നുള്ളതാണ്, ലൈംഗികതയെ വ്യാപകമാക്കുക എന്നതാണ്. ഇത് വളരെ അപകടകരമാണ്. അത് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടുക മാത്രമല്ല, പുതിയ തലമുറയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ആവശ്യമായ സാംസ്കാരിക, ബൗദ്ധിക, ധാർമ്മിക പദ്ധതികൾ ഉണ്ടാകണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് പണ്ഡിതന്മാരുടെ മാത്രം തലയിൽ വെച്ചുകൊണ്ട് നമുക്ക് മാറാൻ കഴിയില്ല. എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. അത് തീർച്ചയായും അത് തിരിച്ചറിഞ്ഞതും കുറച്ചെങ്കിലും അത് തിരിച്ചറിയുകയും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും എല്ലാം ചെയ്തത് മുസ്ലിം പണ്ഡിതന്മാർ തന്നെയാണ്, മുസ്ലിം ബുദ്ധിജീവികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമാണ് ഇതിന് ഏറ്റവും ശക്തമായി എതിര് നിൽക്കുന്നത് എന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇസ്ലാമിനാണ് വ്യക്തമായൊരു ധാർമ്മിക പദ്ധതിയുള്ളതും ധാർമ്മികമായ നട്ടലുള്ളതും. മറ്റെല്ലാ ഏത് ദർശനമാണെങ്കിലും സമൂഹത്തിൻ്റെ ധാർമ്മികതക്കനുസരിച്ച് അതിൻ്റെ നട്ടല് വളയും. അത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പോപ്പ് അതിൽ പലതും അംഗീകരിക്കുന്നു, മറ്റ് പല മത സംഘടനകളും അംഗീകരിക്കുന്നു. ഹോമോസെക്ഷുവാലിറ്റിയുടെ എല്ലാം അന്താരാഷ്ട്ര തലസ്ഥാനമായി ഇസ്രായേലിനെ പോലെയുള്ള രാജ്യങ്ങൾ മാറുന്നു. ഇത് എല്ലാം തന്നെ നടക്കുമ്പോൾ അവിടെ ഇസ്ലാമിന് കൃത്യമായൊരു ധാർമ്മിക നട്ടലുണ്ട്. ആ നട്ടല് നിവർത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇസ്ലാമിനെ തമസ്കരിക്കാതെ ഈ വൃത്തികെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയുടെ വ്യാപനം അല്ല എന്ന് അതിൻ്റെ ആളുകൾക്കറിയാം. അതുകൊണ്ടാണ് ഇസ്ലാമിനെ, പ്രവാചകന്, പരിശുദ്ധ ഖുർആനിന് എല്ലാം എതിരെയുള്ള വളരെ വ്യാപകമായ വെറുപ്പിൻ്റെ പ്രഖ്യാപനങ്ങൾ നടക്കുന്നത്, വെറുപ്പിൻ്റെ പ്രചരണങ്ങൾ നടക്കുന്നത്. അവിടെ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ അത് ബോധ്യപ്പെടുത്തുക മാത്രമല്ല, അവിടെ കുട്ടികളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്ത് മാർഗമുണ്ട് എന്ന് ഗൗരവതരമായി ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ചോദിക്കാനുള്ളത്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ നവോത്ഥാന പ്രസ്ഥാനം, മുസ്ലിങ്ങളിൽ നവോത്ഥാനം സൃഷ്ടിച്ച പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരള നേതൃത്വത്തിൽ മുജാഹിദ്. പഴയ കാലഘട്ടത്തിലെ ഖുറാഫാത്തിൻ്റെ അല്ലെങ്കിൽ അത്രയും വലിയ അന്ധവിശ്വാസങ്ങളുടെ കാലഘട്ടത്തിൽ നിന്ന് നവോത്ഥാനം സൃഷ്ടിച്ച് കൊണ്ടുവന്ന, അത്രയും പരിശ്രമിച്ച് നമ്മൾ എത്തിച്ചതാണ്. കേരള നേതൃത്വത്തിൽ മുജാഹിദിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ നവോത്ഥാനം ഉണ്ടായത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ
കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ഭാഗത്ത് ഒരു പിളർപ്പോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു വിഭാഗം മാറിപ്പോവുകയോ ചെയ്യുമ്പോൾ ഈ പോകുന്ന വിഭാഗങ്ങൾ നമുക്ക് അവരെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവം, ഒന്നുകിൽ അവർ ഇസ്ലാമിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലെ അതുവരേക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഷിർക്കാണ് എന്ന് പറഞ്ഞു നടക്കുന്ന സംഗതികൾ ഇതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് അവർ അതുവരെ പറഞ്ഞ സംഗതികൾ ഷിർക്കല്ലാതായി മാറുന്നു. പക്ഷേ മറ്റുള്ള മുസ്ലിം വിഭാഗത്തിലെ മറ്റുള്ള വിഭാഗങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് കാണുന്നില്ല. ഒന്നെങ്കിൽ അവർ പഴയ കാലഘട്ടത്തിൽ അവർ ഷിർക്കല്ല എന്ന് പറഞ്ഞു നടക്കുന്ന കാര്യത്തിൽ അവർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ മുസ്ലിം മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു ഡീവിയേഷൻ കാണുന്നുണ്ട്. അതിന് പ്രത്യേക എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള അറിഞ്ഞത്താണ്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് തെറിച്ചു പോകുന്ന കക്ഷികൾ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നടത്തുന്ന പ്രവചനങ്ങളിൽ, റസൂലുള്ളാഹിയുടെ പ്രവചനങ്ങളിൽ മുസ്ലിം സമൂഹം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വിശദീകരിച്ചു പോയ സംഗതിയാണ്. ഈ ലെവൽ മുഴുവനും നമ്മൾ ഒരു ഹദീസിന്റെ വെളിച്ചത്തിലാണ് പരിശോധിക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ ഭാഗമായി പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സംഗതികളല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. എന്നെപ്പോൾ ഉദാഹരണം പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധം മുതൽ വീതിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പ്രവാചകന്റെ മുഖത്ത് നോക്കി എഴുതിൽ യാ മുഹമ്മദ് എന്ന് ഒരാളെ പറഞ്ഞുള്ളൂ. അയാളുടെ പേര് ദുൽ ഖുവൈസിറ എന്നാണ്. അപ്പൊ സ്വാഭാവികമായും മുഹമ്മദ് നബിയോട് നീതി പാലിക്കൂ എന്ന് പറയുമ്പോൾ റസൂൽ അതിനോട് പ്രതികരിച്ചത്, ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങളോട് ആരാണ് നീതി കാണിക്കുക? അത് കേട്ട മാത്രയിൽ പ്രവാചകനോട് ഈ രൂപത്തിൽ പ്രതികരിച്ച മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ സ്വഹാബത്ത് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ നബി പറഞ്ഞു, വേണ്ട, അയാളെ ഉപേക്ഷിക്കുക. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഇവന്റെ പിന്നാലെ വരുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിസ്കാരവും നിങ്ങളുടെ നിസ്കാരവും തമ്മിൽ തുലനം ചെയ്താൽ നിങ്ങളുടെ നിസ്കാരം വളരെ നിസ്സാരമായിരിക്കും, ചെറുതായിരിക്കും. ഇവന്റെ പിന്നാലെ വരുന്ന ആളുകൾ അവരുടെ നോമ്പും നിങ്ങളുടെ നോമ്പും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്താൽ നിങ്ങളുടെ നോമ്പ് നിസ്സാരമായിരിക്കും. അത്രയും ഭക്തിയുള്ള ആളുകളായിരിക്കും. പക്ഷെ യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹമു മിനർ റമിയ, വേട്ടമൃഗത്തെ തുളച്ച് അമ്പ് പുറത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ അവർ ഈ ദീനിനെ തുളച്ച് പുറത്തേക്ക് തെറിച്ചു പോകുന്ന ജനവിഭാഗമായിരിക്കും. അപ്പൊ ഈ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ ദീനിൽ ഉണ്ടാവുകയും ദീനിന്റെ കാമ്പും കഴമ്പും ആസ്വദിക്കുകയും അവിടെ ഇബാദത്തുകളിൽ മുഴുകുകയും ഭക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ കുറിച്ച് റസൂൽ പറഞ്ഞത് യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹമു മിനർ റമിയ, വേട്ടമൃഗത്തെ തുളച്ചമ്പ് പുറത്തേക്ക് പോകുന്ന പോലെ എനിക്ക് ഒരു പുറത്തേക്ക് പോകണം എന്ന് വെച്ചാൽ ഇതിന്റെ ചോര തുളച്ചിട്ട്, ഇപ്പോൾ വേട്ടമൃഗത്തെ തുളച്ച് പുറത്തു വരുന്ന അമ്പിന്റെ പ്രത്യേകത എന്തായിരിക്കും? വേട്ടമൃഗത്തെ തുളച്ച് പുറത്തു വരുന്ന അമ്പിന്റെ പ്രത്യേകത അതിൽ രക്തത്തിന്റെ കറയും ഈ മൃഗത്തിന്റെ മാംസം അടക്കമായിട്ട് പുറത്തേക്ക് വരിക. ഇതുപോലെയായിരിക്കും ഇവർ പുറത്തേക്ക് പോവുക. അപ്പോൾ ഒരു ഹക്കിന്റെ മാർഗത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ അവരതിനെ തുളച്ചായിരിക്കും എന്നെടുക്കുക പുറത്തു പോവാ. ഇത് കയറിയിട്ടില്ലാത്ത ആളുകളോ അവർക്ക് തുളക്കാൻ കഴിയില്ല, തുളച്ചു പോകില്ല. അപ്പോൾ അത് പ്രവാചകന്റെ പ്രവചനങ്ങളുടെ ഒരു സാക്ഷാത്കാരമായി തന്നെയാണ് നമ്മളത് കാണേണ്ടത്. അത് ഏതു കാലഘട്ടത്തിലും സംഭവിക്കാം, ഏത് കാലഘട്ടത്തിലും സംഭവിക്കാം. ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടം ഏത് കാലഘട്ടത്തിലും ഉണ്ടാവും. അവിടെ ഈ സംവിധാനം അത് ഹക്കിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കും ആ തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകും. അതുതന്നെയാണ് ഇവിടെയും നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. പിന്നെ ബാത്തിലിന്റെ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ബാത്തിലുമാണ് എന്തെടുക്കുന്നത്,
ബാത്തിലാണ് ഒരു തെറ്റായ സംഗതി, അതിൽ ഒരു തെറ്റ് ഭിന്നിച്ചു പോവാണ്. അപ്പോൾ അതത്രയും വലിയ പ്രശ്നം ഉണ്ടാകാനില്ല. ഒരു സത്യത്തിൽ നിന്ന് അസത്യം വേർതിരിഞ്ഞു പോകുമ്പോഴാണ് അതെന്താ ഉണ്ടാകുന്നത്, കൂടുതൽ ഗൗരവമായി മാറും. ഒരു ബാത്തിലിൽ നിന്ന് ബാത്തിലല്ല, ഒരു ഹക്കിൽ നിന്ന് ബാത്തിൽ മാറുമ്പോൾ അത് വളരെ രൂക്ഷമായിരിക്കും. മറ്റേത് ബാത്തിൽ തന്നെയാണ്. ബാത്തിൽ തമ്മിലുണ്ടാകുന്നതിൽ അത്ര തന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ചുരുക്കി അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റിസ്വാൻ എന്നാണ്. എൻ്റെ ചോദ്യം എന്താണ്, വംശീയ അധിക്ഷേപം നടത്തുന്ന ഈയിടെയായിട്ട് ഇറങ്ങിയ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ, അതിൻ്റെ അണിയറ പ്രവർത്തകർ എന്തുകൊണ്ടാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കുന്നത്? വംശീയ അധിക്ഷേപം നടത്തുന്ന കേരള സ്റ്റോറിയെ പോലെയുള്ള സിനിമകളുടെ അണിയറ പ്രവർത്തകർ എന്തുകൊണ്ടാണ് കേരളത്തെ തിരഞ്ഞെടുക്കുന്നതെന്നാണ്. കേരളമാണ് അവരുടെ കണ്ണിലെ കരട് എന്നുള്ളത് കൊണ്ട് എന്നാണ് ഒറ്റ വാക്കിലുള്ള ഉത്തരം. അവരാഗ്രഹിക്കുന്നൊരു സാമൂഹ്യ സംവിധാനം വെറുപ്പിൻ്റേതാണ്. പരസ്പരം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് വ്യത്യസ്ത സമൂഹങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് തങ്ങളുടേതായ ശൃഗാലമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇത്തരം ആളുകളുടെ ദർശനം തന്നെ. അപ്പം അവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ഘടന തന്നെ സ്നേഹത്തിൻ്റെതാണ്, സാഹോദര്യത്തിൻ്റെതാണ്, സഹവർത്തിത്വത്തിൻ്റെതാണ്. അതിന്നും ഇന്നലെ ഉണ്ടായതൊന്നുമല്ല. അത് കേരളത്തിൻ്റെ എന്നല്ല, പൊതുവെ ദക്ഷിണേന്ത്യയുടെ പൊതുവെയുള്ള ഒരു സാംസ്കാരിക തനിമ അതാണ്. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ചരിത്രപരമായ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വരുന്നത് രാജകീയമായ ശാസനയോടുകൂടിയാണ്. കേരളത്തിലേക്കാണ് ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാം കടന്നു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ കേരളത്തിലേക്ക് ഇസ്ലാം എത്തി എന്നാണ് ചില രേഖകൾ ശരിയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത്. അത് കൊടുങ്ങല്ലൂരിലുള്ള ചേരമാൻ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട രേഖകൾ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത് AD 621 അത് നിർമ്മിക്കപ്പെട്ടു എന്നാണ്. AD 621 എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയമാണ്. അതുമായി ബന്ധപ്പെട്ട പറയുന്നത് ചേരമാൻ പെരുമാൾ എന്ന ചേരമാൻ രാജവംശത്തിലെ രാജാവ്, രാജശ്രീ കുലശേഖരൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹമാണ് ചേരമാൻ പെരുമാൾ എന്ന പേര് സ്വീകരിച്ചത്. അദ്ദേഹം ഭാര്യയും കൂടി തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് എങ്ങനെ നോക്കുന്ന സമയത്ത് ചന്ദ്രൻ പിളർന്നത് കണ്ടുവെന്നും അങ്ങനെ ശ്രീലങ്കയിൽ നിന്ന് മടങ്ങുന്ന ചില ജൂത കച്ചവടക്കാരോട്, ജൂത യാത്രികരോട് ഇതെന്താണെന്ന് ചോദിച്ചു വന്നും മക്കയിൽ മുഹമ്മദ് എന്നൊരു പ്രവാചകൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ അത്ഭുതമായിട്ടാണ് ഇത് സംഭവിച്ചത് എന്നും അവർ പറഞ്ഞുവെന്നും അങ്ങനെ അദ്ദേഹം മക്കയിലെത്തി ഇസ്ലാം സ്വീകരിച്ചുവെന്നും അദ്ദേഹവും ഭാര്യയും ഇസ്ലാം സ്വീകരിച്ച് മടങ്ങി വരുമ്പോൾ കൂടെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പറഞ്ഞയച്ചതാണ് മാലിക് ദീനാറിനെയും കൂട്ടരെയും വന്നും വഴിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടുവെന്നും സലാലയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടുവെന്നും അദ്ദേഹത്തിൻ്റെ ശാസനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുമായി മാലിക് ദീനാറും കൂട്ടരും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ കൊടുങ്ങല്ലൂർ രാജവംശത്തിലെ ആളുകളുടെ അടുക്കലെത്തിയെന്നും ആ എഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ, കൊടുങ്ങല്ലൂർ മുതൽക്ക് കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ 11 ഇടങ്ങളിൽ പള്ളികൾ നിർമ്മിച്ച് ഇസ്ലാമിക പ്രബോധനത്തിന് അവർ അവസരം നൽകിയെന്നും അവർ ആ പള്ളികളിൽ കേന്ദ്രീകരിച്ച് ഇസ്ലാമിക പ്രബോധനം നടത്തുകയും അത് കേരളത്തിൻ്റെ കടലോരത്തുള്ള പള്ളികളിൽ കേന്ദ്രീകരിച്ച് ഇസ്ലാമിക പ്രബോധനം നടത്തുകയും അങ്ങനെ കടലോരത്തു നിന്ന് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തെന്നും അവരാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇസ്ലാമിക സമൂഹം എന്നുമാണ് ആ രേഖകൾ പറയുന്നത്. അപ്പം അന്ന് മുതൽ മുസ്ലിങ്ങൾ ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക തനിമയിൽ ലയിച്ചു ചേർന്നുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാരെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ നല്ല പ്രജകളായി ജീവിക്കുകയാണ്. കാരണം എന്താണ്?
അവർക്ക് മുസ്ലിങ്ങളായി ജീവിക്കാനും ഇസ്ലാമിക പ്രബോധനത്തിനും അവസരം കൊടുത്തുകൊണ്ട്. ഇത് നമ്മൾ പിന്നീട് ഫുള്ള് കാണുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ആദ്യമായി കാണുന്നത് ഒരു 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 ആയുധമെടുക്കുന്നത് കാണുന്നത്, മുസ്ലിങ്ങൾ ആയുധമെടുക്കുന്നത് കാണുന്നത് എപ്പോഴാണ്? അത് ഈ പറങ്കികൾ പോർച്ചുഗീസുകാർ കടന്നു വരുമ്പോഴാണ്. പോർച്ചുഗീസുകാർ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നടത്തിയ നരനായാട്ടിനെ കുറിച്ച് അറിയാവുന്ന മുസ്ലിം നാവികന്മാർ, മുസ്ലിം കച്ചവടക്കാർ സാമൂതിരി രാജാവിന് വിവരം കൊടുക്കുകയാണ്, ഇവിടേക്കും വരുമെന്ന്. കാരണം അന്ന് പോർച്ചുഗലിലെ മാനുവൽ ഒന്നാമൻ രാജാവിൻ്റെ ശാസനയനുസരിച്ച് ലോകം ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുക എന്ന സാംസ്കാരിക ലക്ഷ്യത്തോടു കൂടിയാണ് പോർച്ചുഗീസ് നാവികന്മാർ കടന്നു വരുന്നത്. അങ്ങനെ പോർച്ചുഗീസ് നാവികന്മാർ ആഫ്രിക്കയിലെയും ശ്രീലങ്കയിലെയുമെല്ലാം ഉള്ള കടൽ തീരങ്ങളിൽ നടത്തിയ നരനായാട്ടിനെ കുറിച്ച് അറിയുന്നത് കൊണ്ട് തന്നെ അവര് ആദിവാസികളെ കൊന്നൊടുക്കിക്കൊണ്ടാണ് അവർ പറയുന്നത്. അവരുടെ സംസ്കാരം, അവരുടെ മതം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കൊന്നൊടുക്കിക്കൊണ്ടാണ് അവർ നടന്നു പോയിരുന്നത്. ഇതിനെ കുറിച്ച് അറിവ് നൽകിയിട്ടാണ് കടലിലൂടെ വരുന്ന ആളുകളെ പ്രതിരോധിക്കാൻ വേണ്ടി കടൽ പടയുണ്ടാക്കുന്നത്, നാവികപ്പടയുണ്ടാക്കുന്നത്. ആ നാവികപ്പടയുണ്ടാക്കുന്നത് മുസ്ലിങ്ങളാണ്. അന്നത്തെ നിയമമനുസരിച്ച് ഹിന്ദുക്കൾക്ക്, ഉയർന്ന ജാതിക്കാരായ ഹിന്ദുക്കൾക്ക് കടൽയാത്ര നടത്താൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ, അങ്ങനെ ആ മുസ്ലിം കടയാളികളാണ് മരക്കാന്മാർ എന്നറിയപ്പെട്ടത്. മരക്കാന്മാരുടെ നേതാവാണ് കുഞ്ഞാലി മരക്കാർ. ഇത് സാമൂതിരി കൊടുത്ത പേരാ. അങ്ങനെ ആ മരക്കാന്മാർ, കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിൽ കടലിൽ പോരാടിക്കൊണ്ടാണ് ഒരു നൂറ്റാണ്ടോളം കാലം കേരളത്തെ, മലബാറിനെ സംരക്ഷിച്ചു നിർത്തിയത്. ഒന്നാം കുഞ്ഞാലിയിൽ നിന്ന് നാലാം കുഞ്ഞാലിയിലെത്തുമ്പോൾ ഒരു നൂറ്റാണ്ടാണ്. 1498 മെയ് മാസം 20 വാസ്കോഡിഗാമ കപ്പലിറങ്ങുമ്പോൾ ഏറ്റവും വലിയ ശത്രുക്കളായി അദ്ദേഹം കണ്ടിരുന്നത് മുസ്ലിങ്ങളെയാണ്. മുസ്ലിങ്ങളുടെ നരനായാട്ട് നടത്തിയിരുന്നു. അതിനു മുമ്പ് മുസ്ലിങ്ങൾ കേരളത്തിലെ മുന്നോക്ക സമുദായമായിരുന്നു. മലബാറിലെ കച്ചവടക്കാരായിരുന്നു അവർ. പക്ഷേ ഇവർ വന്നിട്ട് പിന്നീട് അവരുമായി പോരാടിക്കൊണ്ടാണ് കടലിലെ സിംഹം എന്നറിയപ്പെട്ട നാലാം കുഞ്ഞാലി എല്ലാം ഇവരുമായി പോരാടുന്നത് എന്തിനു വേണ്ടിയാണ്? നാടിനെ അവർക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ വാസ്കോഡിഗാമ മുസ്ലിങ്ങളോടുള്ള വിരോധം തീർക്കുന്നത് ഒരു കപ്പലുകൾ കത്തിച്ചുകൊണ്ട്, ഒരു കപ്പൽ കത്തിച്ചത് ഹജ്ജിന് പോകുന്ന ആളുകളുടെ കപ്പലാണ്. 700ഓളം ആളുകളെ കൊന്നൊടുക്കിയത്. അതിൽ സ്ത്രീകളുണ്ടായിരുന്നു. അത് കത്തിച്ചിട്ട് ആ ഓരോ ആളുകളും കത്തിയെരിഞ്ഞോടി ജീവന് വേണ്ടി, പ്രാണന് വേണ്ടി കരയുന്നത് ആവേശത്തോടു കൂടി നോക്കിയിരിക്കുകയായിരുന്നു വാസ്കോഡിഗാമ എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ നാടിനെ തകർക്കാൻ വേണ്ടി കടന്നു വന്ന ആളുകൾക്കെതിരെ പോരാടിയത് ആർക്ക് വേണ്ടിയാണ്? സാമൂതിരിക്ക് വേണ്ടിയാണ് മുസ്ലിങ്ങൾ പോരാടിയത്. നമ്മൾ ജിഹാദിനെ കുറിച്ച് ഒരുപാട് കേൾക്കും. ജിഹാദ് എന്ന് പറഞ്ഞാൽ ആർക്കെതിരെയുള്ള പ്രഖ്യാപനമാണെന്നല്ല നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ആദ്യമായി ഒരു ജിഹാദ് മുഴങ്ങുന്നുണ്ട് ഒരു മുസ്ലിം പണ്ഡിതൻ. അത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അദ്ദേഹത്തിൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീനിൽ ജിഹാദ് ചെയ്യുവാൻ വേണ്ടി മുജാഹിദുകൾക്കുള്ള വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ ജിഹാദ് ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നത് എന്തിനാ? വാസ്കോഡിഗാമയ്ക്കെതിരെ സാമൂതിരിക്ക് ഭരണം പിടിച്ചു കൊടുക്കാനാണ് ജിഹാദ്. സാമൂതിരിക്ക് ഭരണം പിടിച്ചു കൊടുക്കാനാണ് ജിഹാദ്. ആ ജിഹാദിനെ സഹായിക്കണമെന്ന് അറബി ഭാഷയിൽ പുസ്തകം എഴുതിയിട്ട് അടുത്ത പ്രദേശങ്ങളിലെ അയൽനാടുകളിലെ മുസ്ലിം രാജാക്കന്മാർക്ക്, ഭരണാധികാരികൾക്ക് അയക്കുകയാണ് ചെയ്തത്. ഞാൻ പറയുന്നത്, അവിടെ നിന്ന് നിങ്ങൾ ഓരോ സ്വാതന്ത്ര്യ സമരത്തിലെ ഓരോ കാൽവെപ്പുകളും നിങ്ങൾ എടുത്തു നോക്കുക. കേരളത്തിൽ എല്ലാം ഒന്നിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ വന്നപ്പോൾ ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായി, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായി വന്ന ആളുകളാണ് പിന്നീട് മലബാർ വിപ്ലവം എന്ന് പറയാവുന്ന, മലബാർ കലാപം എന്ന് വിളിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിന് ആ സമയത്തിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ
കേരള പ്രദേശ് കോൺഗ്രസിൻ്റെ നേതാവായി നിൽക്കുന്നയാളുടെ പേര് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്നാണ്. അവിടെ അദ്ദേഹത്തിന് കീഴിലാണ് ബാക്കി കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ വളരുന്നത്. എന്തിന്? ദേശീയ പ്രസ്ഥാനത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു റെക്കോർഡുണ്ടല്ലോ, ഇന്ന് വരെ KPCCക്ക് ഭേദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ 1930 ജനുവരി മാസം 26-ാം തീയതി ലാഹോറിൽ വെച്ച് കോൺഗ്രസ് പൂർണ്ണ സ്വരാജി എന്ന പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അവിടുന്നാണ് സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത് വ്യാപകമായി. ആ പൂർണ്ണ സ്വരാജി എന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ കേരളത്തിന്റെ പ്രതിനിധിയായി അവിടെയുള്ളത് KM സീതി എന്ന് പറയുന്ന അഡ്വക്കേറ്റാണ്. KM സീതി സാഹിബ് അത് മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും പ്രതിനിധിയായിരുന്നു. ഞാൻ പറയുന്നത് എന്നും അങ്ങനെയായിരുന്നു. നമുക്ക് കാണാൻ കഴിയും ടിപ്പു സുൽത്താന്റെ കേരളത്തിലും കർണാടകയിലുമെല്ലാമാണ് ടിപ്പു സുൽത്താന്റെ അധികാരമുണ്ടായിരുന്നത്. ടിപ്പു സുൽത്താനെ കുറിച്ച് പല വൃത്തികേടുകളും പ്രചരിപ്പിക്കപ്പെടുന്ന സമയമാണ്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ടിപ്പുവിന്റെ പേരേറെ ഉപയോഗിക്കപ്പെട്ടു. പക്ഷേ അത് നെഗറ്റീവായ ഫലം നൽകിയത് എന്തുകൊണ്ടാണത്? ടിപ്പു സുൽത്താൻ നിങ്ങൾക്ക് കർണാടകയിലും കേരളത്തിലെ കോഴിക്കോടും അദ്ദേഹം പോയ സ്ഥലങ്ങളിലുമെല്ലാമുള്ള ക്ഷേത്രങ്ങളുടെ രേഖകൾ എടുത്ത് പരിശോധിച്ചാൽ ക്ഷേത്രങ്ങൾക്കെല്ലാം അദ്ദേഹം നൽകിയ സംഭാവനകളെ, അദ്ദേഹം നൽകിയ ഭൂദാനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. എന്തിനധികം കോഴിക്കോട്ടെ ക്ഷേത്രങ്ങൾക്ക് വരെയുണ്ട്, ഇപ്പോഴുണ്ട് ആ രേഖകൾ. ആ ടിപ്പു സുൽത്താന്റെ മന്ത്രി, അദ്ദേഹത്തിന്റെ ഉപദേശകൻ പൂർണ്ണയ്യ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേരള സിംഹം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പഴശ്ശിരാജാവിനെ കുറിച്ച്. പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തും ഉണ്ടായിരുന്നത് അത്തൻ കുരുക്കളും ചമ്പം പോക്കരും ഉണ്ണിമൂസ മൂപ്പനുമെല്ലാമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് കേരളത്തിന്റെ സവിശേഷതയാണ്, കേരളത്തിന്റെ പ്രത്യേകിച്ചുള്ള സവിശേഷതയാണ്. ഇതെന്താണ് കാണിക്കുന്നത്? ഇവിടെ സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ നാട്. കേരളം മാത്രമല്ല, ദക്ഷിണേന്ത്യ മൊത്തത്തിൽ കേരളത്തിലൂടെയാണ് അവിടേക്കെല്ലാം ഇസ്ലാം എത്തിയത്. ആ സൗഹൃദാന്തരീക്ഷത്തെ തകർക്കുക എന്ന ലക്ഷ്യമാണിത് ഇവർക്കുള്ളത്. അത് കുറേ കാലമായി തുടങ്ങിയിട്ട് അതൊരു സിനിമയായി പുറത്തു വന്നത് ഒരു കണക്കിന് നന്നായി എന്നാണ് ഞാൻ പറയുക. എന്തുകൊണ്ടെന്നാൽ ഇത്ര അപകടകരമായ വർഗീയ വെറുപ്പിന്റെ വിഷമാണ് ഇത്തരം ആളുകളുടെ തലച്ചോറുകൾക്കകത്ത് എന്ന് പൊതുസമൂഹത്തിന് കുറെ ബോധ്യപ്പെടുവാൻ കാരണമായി എന്നുള്ളത് കൊണ്ട് 30-40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ വളരെ സമർത്ഥമായി ഈ വൃത്തികെട്ട ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പലരും ആരംഭിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഹിന്ദുക്കളുടെ തലയെറുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമാണ് എന്ന വൃത്തികേട്, അതേപോലെയുള്ള പലതും വർഷങ്ങൾക്ക് മുമ്പാണ്. 30 വർഷത്തോളമായി ഒരു ഇന്റർ റിലീജിയസ് ഡയലോഗിൽ പങ്കെടുത്തപ്പോൾ ആ ഡയലോഗിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ സ്വാമിജി പറഞ്ഞത്, ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് ആ ഡയലോഗ്. സ്വാമിജി പറഞ്ഞത്, എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഒരു മതനിരപേക്ഷ രാജ്യത്ത് ജീവിക്കാൻ പറ്റുക? അവരുടെ വേദഗ്രന്ഥം പറയുന്നത് ഹിന്ദുവിന്റെ തലയിറക്കണമെന്നല്ലേ. ഇത് ഈ 30 കൊല്ലം മുമ്പ്, പുതിയ സമയത്തല്ല. ഇതിന്റെ ഫലമാണ്. ഇത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. കൽക്കട്ടയിൽ ഒരുത്തൻ കൊണ്ടുപോയി കേസ് കൊടുത്തു. കൽക്കട്ട ഖുർആൻ കേസ് എന്നറിയപ്പെടുന്ന കേസ്. എന്നായിരുന്നു ആ കേസിലുണ്ടായിരുന്നത്? പരിശുദ്ധ ഖുർആനിലെ കുറെ ആയത്തുകൾ സന്ദർഭത്തിൽ നിന്ന് എടുത്തിട്ട് ഇതെല്ലാം തന്നെ അമുസ്ലിങ്ങളെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നതാണ്, ഹിന്ദുക്കളെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഖുർആൻ നിരോധിക്കണം എന്നായിരുന്നു. കോടതി ആ കേസ് തന്നെ എടുത്തില്ല. പക്ഷേ ആ കേസിന്റെ ഉപോത്ബലകമായ പെറ്റിഷൻ ഇംഗ്ലീഷ് ഭാഷയിൽ പുറത്തിറങ്ങി. ആ ഇംഗ്ലീഷ് ഭാഷയിൽ പുറത്തിറങ്ങിയ പെറ്റിഷൻ, കൽക്കട്ട ഖുർആൻ കേസ് എന്ന പുസ്തകം, അത് മലയാളത്തിൽ SR ഗോയൽ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് ഇവിടുത്തെ RSSകാരല്ല, ഇവിടുത്തെ ഏതെങ്കിലും വേറെ ഹിന്ദുത്വ സംഘടനക്കാരല്ല, ഇവിടുത്തെ യുക്തിവാദികളാണ്. അന്ന് തുടങ്ങിയതാണ് ഇവരുടെ ബാന്ധവം. ഇടമറുകിന്റെ കീഴിലുള്ള ഇന്ത്യൻ എത്തിസ്റ്റ് പബ്ലിഷേഴ്സാണ് പബ്ലിഷ് ചെയ്തത്. ഞാൻ സൂചിപ്പിക്കുന്നത് അന്ന് മുതൽ തുടങ്ങിയ കേരളത്തിൽ നിലനിൽക്കുന്ന ഈ സാംസ്കാരിക
സാംസ്കാരിക സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഈ ഭൂമികയെ തകർക്കാൻ അതിനു വേണ്ടി ഉള്ള വളരെ സമർത്ഥമായ പരിശ്രമമാണ് ഇത്തരം നികൃഷ്ടമായ സാഹിത്യ കലാപ്രകടനങ്ങളിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള അയ്യേറ്റമല്ല, മറിച്ച് കേരളത്തിനെതിരെയുള്ള, മലയാള തനിമക്കെതിരെയുള്ള, കേരളം കാത്തുസൂക്ഷിച്ച, സഹസ്രാബ്ദങ്ങളായി കാത്തുസൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സൗഹൃദ സംസ്കാരത്തിനെതിരെയുള്ള കടന്നേറ്റപാട്. അത് അനുവദിച്ചുകൂടാ എന്നാണ് പറയുന്നത്. ആ കടന്ന് കയറ്റം അനുവദിച്ചുകൂടാ. സിനിമ പ്രദർശിപ്പിക്കണോ വേണ്ടേ എന്നുള്ളത് വേറെ വിഷയം. അതേസമയം ഈ സാംസ്കാരിക കടന്നുകയറ്റമുണ്ടല്ലോ, അത് വളരെ സമർത്ഥമായി ഇന്ന് നിരീശ്വരന്മാരെന്ന് പേരിട്ട് വിളിക്കുന്ന ആളുകൾ കൂടി അതിലുണ്ട്. ചില മുസ്ലിം പേരുള്ള ആളുകളും അതിലെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇത്തരം കേരളത്തെ മറ്റ് പല സ്ഥലങ്ങളെയും പോലെയുള്ള ഒരു വർഗീയതയുടെ, വിഭാഗീയതയുടെ, വർഗവിദ്വേഷത്തിൻ്റെ കേന്ദ്രമാക്കി തീർക്കുക എന്ന വളരെ ഗൂഢമായ ലക്ഷ്യപാട് ഇത്തരം വൃത്തികേടുകൾക്കുള്ളത്. അതിനെതിരെ നമ്മുടെ കേരളത്തനിമയെ ശക്തമായി സംരക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിലനിൽക്കേണ്ട സമയമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ മുസ്ലിം യുവാക്കൾ അമുസ്ലിം പെൺകുട്ടികളെ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു എന്നൊരു ആരോപണം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? വെറുതെ നേർക്കാൻ ചോദിച്ചാൽ പറയും ലവ് ജിഹാദ് എന്താണ് അല്ലേ? ഇത് വളരെ രസകരമാണ്. പലതും ചിലപ്പോൾ വളരെ തമാശ തോന്നും. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, മുസ്ലിം പെൺകുട്ടികളെ പോയിട്ട് മുസ്ലിം പെൺകുട്ടികളെ തന്നെ വിവാഹത്തിൻ്റെ മുമ്പ് പ്രണയിക്കാൻ പാടില്ല എന്ന്, ആ പ്രണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജ് കൊടുക്കുന്നതും സംസാരിക്കുന്നതും ഒറ്റക്കാകുന്നതും എല്ലാം ഹറാമാണ് എന്നും വ്യഭിചാരത്തിലേക്കുള്ള കാലടിയാണ് എന്നും പഠിപ്പിക്കുന്ന ആദർശമാണ് ഇസ്ലാം. അഥവാ പുതിയ കാലത്ത് പറയുന്ന റൊമാൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പ്രീമരിറ്റൽ റൊമാൻസ്, അത് ഹറാമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണല്ലോ ഇവർ ലവ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇംഗ്ലീഷിൽ ഓക്സിമോറോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും യോജിക്കാത്ത രണ്ട് പദങ്ങളെ കൂട്ടി യോജിപ്പിക്കലാണ്. എന്നാണ് ചുട്ടുപൊള്ളുന്ന ഐസ്ക്രീം എന്നൊരാൾ പറഞ്ഞാൽ അല്ലേ? പിന്നെ ചുട്ടുപൊള്ളുന്ന ഐസ്ക്രീം, 4 കോണുകളുള്ള വൃത്തം എന്നൊരാൾ പറഞ്ഞാൽ 4 കോണുകളുള്ള വൃത്തം ഉണ്ടാവുമോ? ഇത് എന്താ, രണ്ടും ഒരിക്കലും യോജിക്കാത്ത പദങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന ഓക്സിമോറോൺ എന്ന് പറയാ. ലവും ജിഹാദും ഒരിക്കലും യോജിക്കില്ല. കാരണം ലവ് ഇവരുദ്ദേശിക്കുന്നതാണെങ്കിൽ ഒരിക്കലും യോജിക്കൂല. അപ്പോ അത് വെറുതെ കഥയുണ്ടാക്കുക. ഈ പ്രശ്നം ഇപ്പൊ IS ബന്ധപ്പെട്ടിട്ടാണല്ലോ സിനിമയിൽ ഈ വിഷയം എടുത്തിട്ടുള്ളത്. അതിന് എത്രയോ മുമ്പ് 2009 നമ്മൾ വിചാരിക്കും ഹിന്ദുത്വയുടെ ആളുകളുടെ തലച്ചോറ് രൂപപ്പെടുത്ത ആശയാണെന്ന്. അല്ല, അത് രൂപമെടുത്തത് കേരള കാത്തോലിക് ബിഷപ്പ് കൗൺസിലിന്റെ അരമനയിലാണ്. പറയാൻ പലർക്കും, നമ്മളെ ആളുകൾക്ക് തന്നെ ഒരു ചെറിയൊരു പേടിയാണ്. കാരണം അതും ന്യൂനപക്ഷമല്ലേന്ന്. യഥാർത്ഥത്തിൽ കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ അരമനയിലാണ് ആദ്യം ഇത് രൂപപ്പെട്ടത്. അവർ ജാഗ്രതാ സമിതി എന്നൊരു സമിതി ഉണ്ടാക്കിയിട്ട് അവരൊരു 2009 ഒരു സർക്കുലർ അയച്ചു. എന്താണ് ആ സർക്കുലർ? ഒരു നോട്ടീസ്. ഇതാണ്: കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ 4500ഓളം പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റിയിരിക്കുന്നു. അപ്പോ അവിടെ ജനജാഗ്രതാ സമിതി എന്നൊരു സാധനം കർണാടകയിലുണ്ടായി. കർണാടകയിലല്ല ശരിക്കും, അതിന്റെ കേന്ദ്രം ഇവിടെയായിരുന്നു. ഏതായിരുന്നാലും ജനജാഗ്രതാ സമിതിയുടെ വെബ്സൈറ്റിൽ കർണാടകയിൽ 30,000ഓളം പെൺകുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോയി, ഇങ്ങനെ മതം മാറ്റി.
ആ സമയത്ത് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കേരളത്തിലെ ആനുകാലികങ്ങൾ പരിശോധിക്കുന്ന ആളുകൾക്കറിയാം, കേരള ശബ്ദത്തിലും കലാകൗമുദിയിലുമെല്ലാം സീരിയലുകളായിരുന്നു. എന്താ സീരിയലുകൾ? ഇപ്പോൾ അപസർപ്പക കഥകളെ പോലെയുള്ള സീരിയലുകൾ. എന്താണ്? ഇങ്ങനെ ബൈക്കുമായി കേരളത്തില് പിന്നെ ബൈക്കുമായിട്ട് ഇങ്ങനെ നിൽക്കാൻ കുറേ കുട്ടികളെ പരിശീലിപ്പിക്കുക, യുവാക്കളെ. എന്തിനു മുന്നിൽ? കോളേജിന്റെ മുന്നിൽ. അങ്ങനെ ബൈക്കുമായിട്ട് ഇങ്ങനെ നിന്ന് മസിലെല്ലാം കാണിച്ച് ഇങ്ങനെ മൊബൈൽ ഫോണെല്ലായിട്ട് നിൽക്കുമ്പോൾ പെൺകുട്ടികൾ ആകൃഷ്ടരാകും. അങ്ങനെ ആ ബൈക്കിന്റെ പിന്നിൽ കയറ്റി അവരെ പ്രണയം നടിച്ച് അങ്ങനെ മതം മാറ്റി വിവാഹം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിവാഹം ചെയ്യും. എന്നിട്ട് അവരെ കുറേ ദിവസം ഇവർ ഉപയോഗിക്കും. അതിനുശേഷം ഏതൊക്കെ മൊല്ലമാർക്ക് അവർ കൊടുക്കും, മൊല്ലമാരും ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് എവിടേക്കോ ആത്മഹത്യ ബോംബായി പൊട്ടാൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞേക്കും. അങ്ങനെ പോയി പൊട്ടും. ഇതേതാ കേരള ശബ്ദം. ഇപ്പൊ കേരള ശബ്ദം ജീവിച്ചിരിപ്പില്ല. കേരള ശബ്ദത്തെ പോലെയുള്ള, കലാകൗമുദിയെ പോലെയുള്ള, കേരള കൗമുദിയെ പോലെയുള്ള മലയാളത്തിലെ വായനാശീലമുള്ള ആളുകളെ അവരുടെ നയവും നിലപാടുകളും വ്യക്തമാക്കുന്ന ഇത്തര വൃത്തികെട്ട മാഗസിനുകൾ പ്രചരിപ്പിച്ച സാധനമാണ്. എന്നിട്ടോ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടായി. കേരളത്തിലെ ഒരു 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 വലിയ ഒരു ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി ഈ പദം ഉപയോഗിച്ചു ഒരു കേസിൽ. പക്ഷേ എല്ലാ അന്വേഷണ ഏജൻസികളും പറഞ്ഞു, എല്ലാ അന്വേഷണ ഏജൻസികളും അന്വേഷിച്ചു. അവസാനം NIA പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമല്ല. കേരളത്തിന്റെ കേരളത്തിന്റെ അന്വേഷണ വിഭാഗങ്ങൾ പറഞ്ഞു ഇങ്ങനൊരു സംഭവമല്ല. ഹൈക്കോടതി അന്വേഷിക്കാൻ പറഞ്ഞു. ഹൈക്കോടതിയിൽ ഇവര് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പക്ഷേ പിന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പച്ചക്കള്ളം. ഇന്നിതാ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ, അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ലവ് ജിഹാദ് ഇൻ ഖുർആൻ. എന്താ രസം! അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്, ഖുർആനിൽ ലവ് ജിഹാദ് ഉണ്ട്, ഞാൻ തെളിയിക്കാം. എന്താ തെളിയിക്കണത്? ഖുർആൻ അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളെ വിവാഹം ചെയ്യാൻ പറ്റൂ. അപ്പോ ഒരാൾ ലവ് ചെയ്താൽ എന്ത് ചെയ്യണം? അവളെ മാറ്റണം, അല്ലാതെ പറ്റൂലല്ലോ വിവാഹം. അതാണ് ലവ് ജിഹാദിന് തെളിവ്. ഇദ്ദേഹമെല്ലാമാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി കേരളത്തിൽ ജീവിച്ചതെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തെക്കുറിച്ചുള്ള അഭിമാനബോധം ഉണ്ടല്ലോ, അത് കുറച്ച് താഴ്ന്നു പോകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കെ, എന്ത് വൃത്തികെട്ട വാദമാണ്. പുസ്തകം എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം അതിൽ പറയുന്ന സംഭവം ഇതാ. ഇങ്ങനെ ഇല്ലാത്ത സംഗതികൾ പറയുക. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, എന്താ സിനിമ ഉണ്ടായപ്പോൾ എന്താ 32,000 പെൺകുട്ടികളെ എങ്ങോട്ട് കൊണ്ടുപോയി? സിറിയയിലേക്ക് കൊണ്ടുപോയി. ഇത് ആർക്കെതിരാ? മുസ്ലിങ്ങൾക്കെതിരാണോ? ആർക്കെതിരാണ്? ഇന്ത്യയുടെ കുറ്റാന്വേഷണ വിഭാഗത്തിനെതിരല്ലേ? ഇവരെല്ലാം ഭയങ്കര കുറ്റാന്വേഷണ സംവിധാനമാണെന്ന് പറഞ്ഞിട്ട് 32,000 ആൾക്കാർ പോയി സിറിയയിൽ പോയിട്ട് അവിടെ ഭീകര സംഘടനയിൽ ചേർന്നിട്ട് ഇവർക്കെല്ലാം എന്തായിരുന്നു പണി? അല്ലേ? അത് പറയുമ്പോൾ ഇത് മുസ്ലിങ്ങൾക്കെതിരാണോ? അല്ല. ഈ പറയുന്ന ആളുകളുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക്, അവരുടെ ഔദ്യോഗിക സംവിധാനങ്ങൾക്കെതിരാണ് വർത്തമാനം, അല്ലേ? ഇവിടെ ഇന്ത്യയിൽ 8 ഒരുപാട് അന്വേഷണ ഏജൻസികളുണ്ട്. ഈ അന്വേഷണ ഏജൻസികളുടെ മുഴുവനും കണ്ണു വെട്ടിച്ച് 1, 2, 3 പോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. 32,000 ആൾക്കാരെ പച്ചക്കള്ളാണെന്ന് തെളിഞ്ഞു. അത് 32,000 ഒറ്റ ദിവസം കൊണ്ട് 3 അല്ലേ? എന്നിട്ട് അതും ന്യായീകരിക്കുക. ഞാൻ പറയുന്നത്, ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇസ്ലാമികമായി ആരെങ്കിലും അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ, അങ്ങനെ ചെയ്യണ്ടെന്ന് വിചാരിക്കുക, ഇസ്ലാമികമായി ന്യായീകരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഉണ്ടോ ഒരു ഇസ്ലാം? കള്ളുകുടി ജിഹാദ്, ഒരു നാർക്കോട്ടിക് ജിഹാദ് എന്നെല്ലാം പറഞ്ഞല്ലോ. അങ്ങനെയാണ് കള്ളുടിപ്പിക്കുക. എന്നിട്ട് അയാള് നല്ല ലഹരിയിലാകുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു കൊടുക്കുക. നല്ല രസമുണ്ട് കേൾക്കാന്, അല്ലേ? അങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ ഇസ്ലാമിൽ? അങ്ങനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട അങ്ങനത്തെ ഒരു ഏർപ്പാട്
പിന്നെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആർക്കാണത് പറയാൻ പറ്റുക? ആർക്കാ പറയാൻ പറ്റുക? അങ്ങനെ ഒരാളെ പ്രേമിച്ചിട്ട് മുസ്ലിമാക്കാൻ വേണ്ടി പ്രേമിക്കുക. അപ്പോൾ ആദ്യം അയാൾ പ്രേമിക്കുക എന്ന പണി എന്താണ്? ഹറാം ചെയ്തിട്ട് മുസ്ലിമാക്കുക. അങ്ങനെയുണ്ട് ഒരു പരിപാടി. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ആളുകൾ അവരുടെ ചിന്തകളിൽ ഉയരുന്ന കഥകൾ ഉണ്ടാക്കുക. ആ കഥകൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുക? നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ സൗഹൃദ അന്തരീക്ഷം തകരാക്കാൻ വേണ്ടി തകർക്കാൻ ഉപയോഗിക്കുക. അതാണ് സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും പേടിയുണ്ടാകും പേരൻസിന്. ഇല്ലേ, എൻ്റെ മക്കളാണെങ്കിൽ എനിക്ക് പേടിയുണ്ടാവില്ലേ? എൻ്റെ മക്കൾ പിന്നെ കോളേജിലേക്ക് പോകുന്ന മക്കൾ, അവിടേക്കൊരു സംഘടന ഇങ്ങനെ അവരെ പ്രേമിക്കാൻ വേണ്ടി, അവരെ ഭീകരവാദികളാക്കാൻ വേണ്ടി, അവരെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി എല്ലാം പിന്നെ പരിശീലനം കൊടുത്ത കുറേ യുവാക്കളെ ബൈക്കും കൊടുത്ത് വിട്ടിട്ടുണ്ട്, മൊബൈൽ ഫോണും കൊടുത്ത് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിണ്ടാവില്ലേ? ആ പേടി ഹിന്ദു സഹോദരന്മാരിൽ ഉണ്ടാക്കാൻ ഉള്ള വൃത്തികെട്ട അങ്ങനെ പറഞ്ഞാൽ പോരാ, നികൃഷ്ടമായ പരിശ്രമം അതാണ്. അത് ഇസ്ലാമോ മുസ്ലിങ്ങളോ ഒരിക്കലും ചെയ്തിട്ടില്ല. അത് പറഞ്ഞ ആൾക്കാർ പിന്നെ നാർക്കോട്ടിക് ജിഹാദും പറഞ്ഞല്ലോ. എന്താണ് നാർക്കോട്ടിക് ജിഹാദ്? അതേ ആൾക്കാരുണ്ടല്ലോ നാർക്കോട്ടിക് ജിഹാദ് മുതൽക്ക് വന്നത്, അല്ലേ? ഇവർക്ക് ആ നാർക്കോട്ടിക് ജിഹാദ് എന്താണ്? ലഹരി മാഫിയ മുഴുവൻ മുസ്ലിങ്ങളാണ്. യഥാർത്ഥത്തിൽ ലഹരിയിൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ മുസ്ലിങ്ങളെ അതിന് ശിക്ഷിക്കണം എന്നാണ് എല്ലാവരും മുസ്ലിങ്ങളും പറയണത്. ആരുണ്ടെങ്കിലും അവരെ ശിക്ഷിക്കട്ടെ. അവിടെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി വെറുതെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്നേഹവും സാഹോദര്യവും തകർത്താൽ അത് ഉണ്ടാകാൻ പോകുന്നത് കേവലം മുസ്ലിം സമൂഹത്തിൻ്റെ നാശമല്ല, നാടിൻ്റെ നാശമാണ്, രാഷ്ട്രത്തിൻ്റെ തകർച്ചയാണ്. അത് എല്ലാ നിലക്കുമുള്ള തകർച്ചയിലേക്ക് പോകൂ എന്നുള്ളതാണ് സത്യം.